ഷൈൻ ഇതേ പറഞ്ഞ പോലെ ഇപ്പം ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത്, ക്യാരക്ടറിൻ്റെ പവർ എന്നൊക്കെ പറഞ്ഞു, ഇതേപോലെ തന്നെ ഷൈൻ ചെയ്ത ക്യാരക്ടേഴ്സും ഒരു പക്ഷേ ഒരു സിനിമയിലെ പോലെയല്ല അടുത്ത സിനിമ എടുക്കുന്നത്, അടുത്ത സിനിമ പോലെയല്ല വേറൊരു സിനിമ ചെയ്യുന്നത്. പ്രൊട്ടഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ആയിട്ടൊക്കെ ഷൈൻ പിന്നീടും ചെയ്തിട്ടുണ്ട്, ഇനീഷ്യൽ ടൈമിലല്ല പിന്നീടും. ഈ റിസ്ക് ടേക്കിംഗ് പ്രൊഫഷണലി ഷൈനിന് ഗുണകരമായിട്ടുണ്ടോ? ഈ റിസ്ക് ടേക്കിംഗ് എനിക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മുൻനിര താരങ്ങൾ, നമുക്ക് മുന്നേ വന്നിട്ടുള്ള താരങ്ങളാണ്. മലയാളത്തിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. കാരണം മമ്മൂക്കയാണെങ്കിലും മോഹൻലാലാണെങ്കിലും നെടുമുടിയാണെങ്കിലും ഏത് സുകുമാരനാണെങ്കിലും ജയനാണെങ്കിലും പ്രേംനസീറാണെങ്കിലും മുൻനിര താരങ്ങളെല്ലാവരും അവർ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മമ്മൂക്കയും മോഹൻലാലും ആണ്. ഇപ്പോൾ ജയറാമേട്ടനേക്കാളും സുരേഷ് ഏട്ടനിലും കുറച്ചുണ്ടായിരുന്നു, ദിലീപ് ഏട്ടനേക്കാളും കൂടുതൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്തിരുന്നതാണ് മമ്മൂക്കയും മോഹൻലാലും ഈ മുരളിച്ചേട്ടനും സിദ്ദിഖൊക്കെ. ഇവരൊരു പടത്തിലുള്ള പോലെയല്ല അടുത്ത പടത്തിൽ. ചിലപ്പോൾ വില്ലനായിട്ട് വരും, നെഗറ്റീവ് ഷെയ്ഡുകൾ, ചിലപ്പോൾ ചെറിയൊരു ക്യാരക്ടറായിട്ട് വരും. നസീർ സാർ പോലും വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലും മമ്മൂക്കയും തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് ചെയ്തിട്ടുള്ളത്. പല ടൈപ്പ് ഓഫ് ക്യാരക്ടർ. പിന്നെ ഒരു ക്രിക്കറ്റ് ടീമിലെ 11 ഓർഡേഴ്സ്, 11 പൊസിഷൻസ്, ആ 11 പൊസിഷൻസും കളിച്ചിട്ടുള്ള പോലെ കളിക്കാരൻ എന്ന് പറയുന്ന പോലെയാണ് ഇവർ. ഈ എല്ലാ പൊസിഷനിലും വന്ന് കളിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കളിച്ചിട്ട് അവരുടെ പടാക്കി മാറ്റും. അപ്പം അത് കണ്ട് വളർന്നിട്ടുള്ള ഞാൻ. അപ്പോൾ നമ്മളെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ മാത്രം നിർത്തിയാൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് എല്ലാ പൊസിഷനിലും ഇറങ്ങി സെഞ്ചുറി അടിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു കമേഴ്ഷ്യൽ ബിസിനസ്സും കൂടിയാണ്. അത് ഡയറക്ടർമാർ തീരുമാനിക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങി കളിക്കാറുള്ളൂ. അതായത് ഇപ്പോൾ കോച്ച് പറയുന്ന പോലെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്ന പോലെ. ഇപ്പോൾ ഡയറക്ടർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലും ഇറങ്ങി കളിക്കും. അത് ഇപ്പോൾ MC പറയുന്ന ഈ ക്യാരക്ടറാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ക്യാരക്ടറിനെ പറ്റി ആലോചിക്കില്ല. അല്ലെങ്കിൽ ഇത്ര നേരം പ്ലേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത്ര നേരം പ്ലേ ചെയ്യുള്ളൂ. കാരണം ഇത് ഡയറക്ടറുടെ കലയാണ്. ഈ എൻ്റെ ക്യാരക്ടറൊക്കെ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യത്യസ്തമായ ചുറ്റുപാടുകൾ നമുക്ക് ഒരുക്കി തരുന്ന ഡയറക്ടറും, അത് ഡയറക്ടറുടെ ക്യാമറമാനും ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂമറും കൂടി ഉണ്ടാക്കി തരുന്ന ഒരു ഡിഫറെൻറ്റ് ആംബിയൻസിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വ്യത്യസ്തമായ കഥാപാത്രമായി. പിന്നെ എൻ്റെ ഈ പടത്തിലെ ഏറ്റവും ആദ്യം എടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി കണ്ടിക്കുന്ന ഒരു സീക്വൻസാണ്. ആ സീക്വൻസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയാം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ചുറ്റുപാടാണ് അല്ലെങ്കിൽ സീനാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 ഷോട്ട് കഴിയുമ്പോൾ MC വന്നിട്ട് പറഞ്ഞു കൊള്ളാം, നന്നായി വരുന്നുണ്ടെന്ന്. അതാണ് നമ്മളെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കിക്ക്.